ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹഫ്സാസ് വേൾഡ്. കർക്കിടക മാസത്തിൽ പ്രതിരോധശേഷി കൂട്ടുവാനും സന്ധിവേദനകൾ, നീർക്കെട്ട്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവേദന, മുട്ടുവേദന, സ്ത്രീകളിലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ, ക്രമം തെറ്റിയുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കും പ്രസവ സംരക്ഷണത്തിനും, അതുമാത്രമല്ല പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഈ ഒരു പൊടി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കഴിക്കാതെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റാഗിയാണ്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം കഴുകിയാലാണ് അതിലുള്ള അഴുക്കുകളൊക്കെ പോയി വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. റാഗിയിൽ കാൽഷ്യം, അയണും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് റാഗി. പ്രതിരോധശേഷി കൂട്ടുവാനും പ്രമേഹം കുറയ്ക്കാനും ഒക്കെ റാഗി സഹായിക്കും. എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യത്തിനെല്ലാം റാഗി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ടൊന്ന് വെള്ളം തോർന്നതിന് ശേഷം ഞാനിത് ചൂടായ പാനിലേക്കിട്ട് ചെറുതീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ. അതും നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ചൂടായ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. ഇതും എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിനും മസിൽ സ്ട്രെങ്ത്തിനും ഒക്കെ നല്ലതാണ്. അതും ചെറുതീയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട്സും കാഷ്യൂനട്ട്സാണ്. 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇതും നല്ലതുപോലെ തന്നെ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പകുതി റോസ്റ്റായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു 1/4 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ധാരാളം പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. പിന്നെ മസിൽ സ്ട്രെങ്ത്തിനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാനും എല്ലാം ഈ നട്ട്സും സീഡ്സും ഒക്കെ സഹായിക്കുന്നതാണ്. ധാരാളം ഹെൽത്തി ഫാറ്റ്സും ഇതിലടങ്ങിയിട്ടുണ്ട്. അതും ഞാൻ വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറാൻ വേണ്ടി ഇതെല്ലാം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് 2 കപ്പ് കറുത്ത എള്ളാണ് കേട്ടോ. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള്ള്. അപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കെല്ലാം മിതമായ രീതിയിൽ എള്ള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. എള്ളിൽ ധാരാളമായിട്ട് അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുണ്ട്. ഫൈബർ കണ്ടൻറ്റ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊരു പരിഹാരമാണ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വിളർച്ച മാറാനും പ്രത്യേകം സഹായിക്കുന്ന ഒന്നാണ് എള്ള്. ഞാനിവിടെ നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് അരിച്ചെടുത്ത എള്ള് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതൊരു വലിയ പാത്രത്തിലിട്ടാണ് ചെയ്യുന്നത്. കാരണം എള്ള് പൊട്ടി വരുമ്പോൾ അത് പുറത്തേക്ക് ചാടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും ചെറുതീയിലിട്ട് നന്നായിട്ട് ഇത് പൊട്ടി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. പാകമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഞവര അരിയാണ് കേട്ടോ. 1 കപ്പ് ഞവര അരി ഞാൻ എടുത്തിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന കഞ്ഞി, മരുന്നുണ്ട, ഉലുവ ഉണ്ട, ലേഹ്യങ്ങൾ ഇതിലെല്ലാം നമ്മൾ ചേർക്കുന്ന ഒന്നാണ് ഞവരയരി. എല്ലുബലത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഷുഗർ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും ഞരമ്പുകളുടെ ആരോഗ്യത്തിനും സന്ധിവേദനകൾക്കെല്ലാം ഞവരയരി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. തവിടുള്ള ഒന്നായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിച്ചും കിട്ടുന്നതാണ് കേട്ടോ. അപ്പം അതും ഞാനിത് നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതീയിലിട്ട്. തീ കൂട്ടി വയ്ക്കാതെ ചെറുതീയിലിട്ട് വേണം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞവരരി മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുകയും പിന്നെ നമ്മളത് കടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ പാകം.
അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് മട്ട അരിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അരിയുടെ ആ ഒരു നുറുക്കുണ്ടല്ലോ, നുറുക്ക് മട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും നല്ലതുപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് ചെറുതീയിൽ ഇതും റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ മട്ട അരി ഇല്ലാതിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നുറുക്ക് മട്ട അരി എടുത്തിട്ടുള്ളത്. സാധാരണ മട്ട അരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഇതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുതിരയാണ്. 1/2 കപ്പ് മുതിര നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. മുതിരയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഹൈ പ്രോട്ടീനാണ് ഉള്ളത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പെർഫെക്റ്റ് ഫുഡാണ് കേട്ടോ. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഡൈജഷൻ എളുപ്പമാക്കാനും എല്ലാം ഇത് മുതിര സഹായിക്കുന്നതാണ്. അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ വിളർച്ച മാറ്റിയെടുക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. കാൽഷ്യം, ഫോസ്ഫറസ് എല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് മുതിര. സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. മുതിരയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഉലുവയാണ്. ഇതിപ്പോൾ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ഉലുവയുടെ അളവ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നതാണ്. അല്ല, ഇനി പ്രമേഹമുള്ള പ്രായമായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതും നല്ലതുപോലെ കഴുകിയെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആശാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ആശാളി. സാധാരണ കർക്കിടക കഞ്ഞിയിലും ഉലുവക്കഞ്ഞിയിലും ജീരകഞ്ഞിയിലും ഒക്കെ ഇടുന്ന ഒന്നാണ് ആശാളി. ആശാളി ഞാനിവിടെ കഴുകിയിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസകസ് പോലെ അത് കുതിർന്നു പോകും. അപ്പോൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് കഴുകണം എന്നില്ല. അടുത്തതായിട്ട് 1/4 കപ്പ് വീതം ജീരകവും അയമോദകവും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടായ പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ജീരകം, അയമോദകം വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ദഹന പ്രശ്നങ്ങൾക്ക്, നെഞ്ചിൽ പുളിച്ച് തേട്ടൽ, ഗ്യാസ് ട്രബിൾ ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ജീരകം ഇട്ട വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുക്കാറുണ്ട്. അയമോദകം ഇതുപോലെ തന്നെ വയറിൻ്റെ അസുഖങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ എള്ള് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മട്ട അരി, നുറുക്ക് മട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം തന്നെ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ബൗളിലേക്ക് തന്നെ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഞവര അരി, അതിലേക്ക് തന്നെ ഞാൻ മുതിര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി. ഇത് ഓപ്ഷണലാണ്. മറ്റുള്ള നട്ട്സുകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ കപ്പലണ്ടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ കൂടി ചേർത്ത് നന്നായിട്ട് 2 കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഏലക്ക, ചുക്ക്, ആശാളി, ജീരകം, അയമോദകം മിക്സ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചുക്ക് ചതച്ച് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് പൗഡറായിട്ട് കിട്ടുക. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഈ ഒരു പൊടി മിക്സ് ഉണ്ടല്ലോ, ഉലുവ ഉണ്ട, മരുന്നുണ്ട, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ പൊടിയുടെ മിക്സ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയും ചെറുപയറും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൗഡറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി കാലം ഈ പൊടി സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ കേടാകാതിരിക്കാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് ചെറുതീയിലൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും സീഡും ഒക്കെ ഒന്ന് പൗഡറാക്കി എടുക്കാം. അതും ഞാൻ ആ ചെറുപയർ റാഗിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, എള്ള്, ഉലുവ, ഞവരരി, മട്ടയരി ഇതൊക്കെ പൊടിച്ചത്, ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹെൽത്തി പൗഡർ
പ്രായഭേദമന്യേ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇതൊരു സ്പൂൺ, കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിൽ 2 സ്പൂണും രാവിലെ തന്നെ കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി, റോസ്റ്റ് ചെയ്ത എള്ളാണ്, അത് ഞാൻ അങ്ങനെ തന്നെ മുഴുവനായിട്ടും ചേർത്തും കൊടുക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു പൊടി വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടാകാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും, ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റി ഒത്തിരി കാലം ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഇതിലേക്ക് അഡീഷണലായിട്ട് ചേർത്ത് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ കർക്കിടക റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.